ഹായ് കൂട്ടുകാരെ, ഞാനിന്ന് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായോ? ഞാനിന്ന് വന്നിരിക്കുന്നത് എന്നെ സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒത്തിരി പേര് വരുന്നവരെല്ലാം റിപ്പീറ്റഡായിട്ട് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു, ചേച്ചിനെക്കുറിച്ച് ഒന്ന് പറയുമോ, ഞങ്ങൾക്ക് ചേച്ചി എന്താണ് ചെയ്യുന്നത്, അല്ലെ ചേച്ചിനെക്കുറിച്ച് ഞങ്ങൾക്കൊന്ന് അറിഞ്ഞുകൂടാ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് എന്നെ ഒന്ന് പരിചയപ്പെടുത്തുവാണേ. എൻ്റെ പേര് ജോയ്സി എന്നാണ്. എൻ്റെ വ്ളോഗിൻ്റെ പേര് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നാണ്. അപ്പോൾ എൻ്റെ സ്വന്തം നാടെന്ന് പറയുന്നത് ഇടുക്കി കട്ടപ്പനയിലാണ് കേട്ടോ. കെട്ടിച്ചേക്കുന്നത് നെടുങ്കണ്ടത്താണ്. ഹസ്ബൻഡ് ഒമാനിൽ വർക്ക് ചെയ്യുന്നു. 3 കുട്ടികളുണ്ട്. മൂത്ത ആൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു, രണ്ടാമത്തെ ആൾ 6ൽ പഠിക്കുന്നു, മൂന്നാമത്തെ ആൾ 5ൽ പഠിക്കുന്നു. 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയാണ് എനിക്കുള്ളത് കേട്ടോ. അപ്പോൾ പറഞ്ഞതുപോലെ ചേച്ചി ഇതിപ്പോൾ എവിടെ ഇരുന്നിട്ടാണ് ഈ ഷോർട്സ് ചെയ്യുന്നത് എന്നൊക്കെ ഒരു ചോദ്യങ്ങളുണ്ട്. അപ്പം ഞാൻ പറയുക, ഞാനിപ്പം പ്രോപ്പറായിട്ട് സ്റ്റേ ചെയ്യുന്നത് കുവൈറ്റിലാണ്. കുവൈറ്റിൽ ഒരു കെയർ ഗീവറായിട്ട് വർക്ക് ചെയ്യാണ്. ഒരു ഓട്ടിസം പേഷ്യൻറ്റിനെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചോദിക്കാം, എങ്ങനെ എപ്പോൾ ഇതിനൊക്കെ ടൈം കിട്ടുന്നു? അപ്പോൾ അതൊക്കെ ഞാൻ പറയാട്ടോ. അപ്പം ഇതാണ് എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽ. അപ്പം ഏകദേശം എന്നെക്കുറിച്ചൊന്ന് മനസ്സിലായല്ലോ അല്ലേ? പിന്നെ രണ്ടാമത്, ഞാനിവിടെ ഷോർട്സ് ചെയ്യുന്നത് മിക്കവാറും ടൈമിൽ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഷോർട്സ് എടുക്കലാണ് പതിവ്. എനിക്ക് വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെ പുറത്തേക്ക് പോകലില്ല. ഇൻ കേസ് പോകേണ്ട ഒരു സിറ്റുവേഷൻ വരുന്ന സമയങ്ങളിൽ ഞാൻ വീഡിയോസ് ഷെയർ ചെയ്യലുണ്ട്. രണ്ടാമത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുറത്ത് പോകാത്തത് എന്നാന്ന് ചോദിക്കാം. ഫസ്റ്റിലേ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഓട്ടിസം പേഷ്യൻറ്റിനെയാണ് നോക്കുന്നത്. കുട്ടീനെ നമ്മൾ അത്രമേൽ കെയർ ചെയ്യണം. കുട്ടിക്ക് ഇഞ്ചക്ഷന്, വയറിൽ ട്യൂബ് കിടപ്പുണ്ട്. അപ്പം അതൊക്കെ ശ്രദ്ധിക്കാനായിട്ട് സബായിട്ട് വേറൊരാളെ വെച്ചിട്ടില്ല, ഹെൽപ്പറായിട്ട് വേറൊരാളെ വെച്ചിട്ടില്ല. അപ്പം 24 hours നമ്മുടെ കെയറിങ് ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഉണ്ടാവണം. അപ്പോൾ ചോദിക്കാം, ഞാൻ ഏത് സമയത്ത് കുഞ്ഞിനെ വെച്ചിട്ടാണ് നിങ്ങളുടെ അടുത്ത് ലൈവിലേക്ക് വരുന്നതും നിങ്ങളോട് സംസാരിക്കുന്നതും ഷോർട്സ് എടുക്കുന്നതും? ചെറിയതാണെങ്കിലും ഞാൻ ചെറിയ വീഡിയോസ് ആണെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ചെയ്തിടുന്നതൊക്കെ ഈ പറഞ്ഞതുപോലെ ഡ്യൂട്ടിക്ക് ശേഷമാണ് കേട്ടോ. ഫുൾ ടൈം തന്നെ ഞാൻ ലൈവിൽ വരുമ്പം നിങ്ങളെല്ലാം കാണുന്നത് പോലെ തന്നെ ഞാൻ യൂണിഫോമിൽ തന്നെ ആവും. ഇൻ കേസ് ഇവിടെ ആരും ഇല്ലാതിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഈ പറഞ്ഞതുപോലെ കളറൊക്കെ ഇട്ടിട്ട് ചെയ്യില്ല, കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ചെയ്യില്ല. പിന്നെ ഇതൊക്കെയാണ് എനിക്ക് എന്നെക്കുറിച്ച് പറയാനുള്ളത്. അപ്പം ചെറിയ വ്ളോഗാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അധികം വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൂടുതലും എല്ലാവരും എൻ്റെ കൂടെ തന്നെ കട്ട സപ്പോർട്ടായിട്ട് നിൽക്കണം. ഞാനൊരു വീട്ടിലാണ് നിൽക്കുന്നത്. ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നമുക്ക് റൂമിൽ ചെന്നിട്ട് ഷിഫ്റ്റ് വരുന്ന സമയത്തൊക്കെ നമുക്ക് ഡ്യൂട്ടിക്ക് കയറിയാൽ മതിയായിരുന്നു. ഇതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വീട്ടിൽ 24 hours എന്ന് പറഞ്ഞ പോലെ തന്നെ ആ കുട്ടീനെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം എനിക്ക് നിങ്ങളെ കാണാനുള്ളൊരു ആകാംക്ഷ കൊണ്ടും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടും എന്തായാലും ഞാനിതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പം എല്ലാവരും എൻ്റെ കൂടെ തന്നെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കണം. ആദ്യമായിട്ട് വരുന്നവരെല്ലാം എൻ്റെ ഈ വീഡിയോസ് കാണണം. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം എൻ്റെ ഈ വീഡിയോ കാണണം. കണ്ട് എന്നെക്കുറിച്ച് പഠിക്കുക. ശേഷം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എന്നോട് സംസാരിക്കാനുണ്ടെങ്കിൽ പോലും, ചേച്ചി ആ വീഡിയോ അത്ര ശരിയായില്ല, അല്ലെ ആ ഷോർട്സ് അത്ര ശരിയായില്ല, ഇച്ചിരി കൂടി ഒന്ന് പിക്കപ്പ് ആവാനുണ്ട് കേട്ടോ, ഒക്കെ കമൻറ്റിൽ പറയാം. ഒറ്റ കുഴപ്പമില്ല. ഞാൻ നിങ്ങളുടെ സ്വന്തം കൂട്ടുകാരി ജോയ്സിയാണ്. അപ്പം ഞാനും നിങ്ങളുടെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് നല്ലൊരു കൂട്ടുകാരിയായിട്ട് കൂടെ ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ ഡെയിലി എനിക്ക് ഷോർട്സ് എടുക്കാൻ പറ്റില്ല കേട്ടോ. വീക്കിലി ഒരു 4, 5, 6 മിനിമം, എന്തായാലും ഒരു 6 എന്തായാലും ഞാൻ ചെയ്തിടും. പക്ഷേ എടുക്കുമ്പോൾ ഒരു 2-3 എടുത്തിട്ട് അങ്ങ് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇടലുള്ളൂ. കാരണം മിക്കവാറും ദിവസങ്ങളെന്ന് പറഞ്ഞ പോലെ തന്നെ രാവിലെ ഹോസ്പിറ്റൽ ഡ്യൂട്ടി ഉണ്ട്, ഈവനിങ് ഹോസ്പിറ്റൽ ഡ്യൂട്ടി ഉണ്ട്. ഇതിനിടയ്ക്ക് കിട്ടുന്ന കുറച്ച് സമയത്ത് ഞാൻ ചിലപ്പോൾ ലൈവിൽ വരലുണ്ട്, നൈറ്റിൽ ഷോർട്സ് എടുത്തിടലുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവില്ലേ, എന്നെ സപ്പോർട്ട് ചെയ്തില്ലേ? ഞാനൊരു ചെറിയ വ്ളോഗറാണല്ലോ.
നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് നിൽക്കണേ. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ വ്ലോഗിലേക്ക് സ്വാഗതം. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബായ്. ഇഷ്ടമായെങ്കിൽ എല്ലാവരും അറിയിക്കണം കേട്ടോ. ബായ്.